ഹലോ എവ്രി വൺ. സോ ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി. ഇങ്ങനെ രാവിലെ വെറുതെ ഒന്ന് പെട്ടെന്ന് തോന്നിയതാട്ടോ, പ്ലാനൊന്നും ചെയ്തില്ല. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഫോളിൻ്റേതായിട്ടുള്ള ചേഞ്ചസൊക്കെ കണ്ടു തുടങ്ങി. പൂക്കളുടെയൊക്കെ കളേഴ്സൊക്കെ മാറി തുടങ്ങി. പൂക്കളുടെ അല്ല, ട്രീസിൻ്റെ കളേഴ്സൊക്കെ മാറി തുടങ്ങി. നല്ല വെയിലുമായിരുന്നു, എന്നാൽ അതേസമയം തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പുറത്തിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാം. എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അത് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്താ ഈ ഉറക്കം തൂങ്ങിയിരിക്കണേന്ന്. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നിങ്ങളെയും കൂടെ ഉറക്കാൻ കിടത്തുന്നൊരു പ്രതീതി പോലെയാണല്ലേ ഞാനിപ്പോൾ കാണിക്കുന്നത്. മറ്റൊന്നുമല്ല, ഷിഫ്റ്റിന് പോകാനുള്ളൊരു മടിയാണ്. ഉറക്കമൊന്നുമല്ല, ഉറക്കമൊക്കെ നേരത്തെ എണീറ്റു. സമയം ഇപ്പോൾ ഇവിടെ ഉച്ചയായി, 12 മണി കഴിഞ്ഞു. അപ്പോൾ എനിക്കിന്ന് ഷോർട്ട് ഷിഫ്റ്റാണ് കിട്ടിയേക്കുന്നത്. പക്ഷേ ഇവിടെ ഈ വീഡിയോ കാണുന്ന കാനഡയിലുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു 2-3 ഡേയ്സൊക്കെ ഇന്നലെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു 4 hours. സാറ്റർഡേ സൺഡേ എനിക്ക് 7 hours ആയിരുന്നു കണ്ടിന്യൂസ്. അപ്പം വന്ന് പിന്നെ കുക്കിങ് കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ 2 ദിവസത്തേക്കൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. അങ്ങനെ നമ്മൾ എക്സോസ്റ്റഡ് ആവും. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ സെം ബ്രേക്കാണ്, അതുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് പോകുന്നു. ഇനിയിപ്പം നെക്സ്റ്റ് വീക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ തീരുമാനമായി കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 45 minutes എനിക്കിപ്പോൾ ഇറങ്ങണം, ബസ്സുണ്ട്. അപ്പം ഞാനിങ്ങനെ എന്നാ വിചാരിച്ചു, ഇതുവരെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടില്ലല്ലോ. അതിന് മുന്നേ നിങ്ങൾ ഈ വെയിൽ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഇത്രയും വെയിലായിട്ട്. സാധാരണ ഇവിടെ വിൻ്റർ ആകുമ്പോഴാണല്ലോ നമുക്ക് പുറത്ത് പോകാനൊക്കെ മടി വരുന്നത്, ജോലിക്ക് പോകാനും. അപ്പം ഈ ചൂട് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയേ ചെയ്യരുത്. പുറത്തിറങ്ങുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഫോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടിനോടൊപ്പം തന്നെ നമ്മളെ പറ്റിക്കപ്പെടുന്ന രീതിയിൽ തന്നെ തണുപ്പും ഉണ്ടാവും, കാറ്റും ഉണ്ടാവും. അപ്പോൾ 9 degree 8 degree ഒക്കെ ആയിരുന്നു ഇന്നലെ. കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ ഷിഫ്റ്റിന് പോയപ്പം, സാറ്റർഡേ ആണോ സൺഡേ ആണോ, ഞാൻ ഷിഫ്റ്റിന് പോയപ്പോൾ 4 degree ആയിരുന്നു രാവിലെ. അപ്പോൾ അത്യാവശ്യം ഫോളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്, എന്നാൽ വെയിലും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം അത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സെപ്റ്റംബർ 1 ഞാനിവിടെ എത്തിയത്, ഞങ്ങൾ കാനഡയിലെത്തിയത്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഒരു വർഷം എങ്ങനെയൊക്കെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഒരുമാതിരി നമ്മുടെ റോക്കറ്റോ ജെറ്റോ അതിനേക്കാളും ഒക്കെ ഭയങ്കര ഭീകരമായിട്ടൊക്കെ ആയിരുന്നു പോയത്. ഒരുപാട് എക്സ്പീരിയൻസുകൾ, ജീവിതം എന്താണെന്ന് നമ്മൾ കുറേ കൂടെ പഠിച്ചു. പിന്നെ കംഫർട്ട് സോൺ വിട്ട് വെളിയിൽ വന്ന് എത്രത്തോളം നമുക്ക് തരംതാന്ന് നിൽക്കാമോ അത്രത്തോളം നമ്മൾ തരംതാന്ന് പോകുന്നു വെച്ചാൽ ആ ഒരു സെൻസിലല്ല കേട്ടോ. നമ്മൾ ആ ഒരു ക്ഷമയുടെ നെല്ലിപ്പലക വരെ കണ്ട് ഇങ്ങനെ, അത് വേറൊരു ലൈഫാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നത് സ്വർഗമാണെന്ന് വിചാരിച്ച് വരുന്നവരോട് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്, നിങ്ങൾ ശരിക്കും റിസർച്ച് ചെയ്തിട്ട് മാത്രമേ കാനഡയിലേക്ക് വരാവുള്ളൂ. കാരണം എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്നുള്ളൊരു സിറ്റുവേഷൻ ആവരുത്. അതുകൊണ്ടാണ് പറയുന്നത്. വരണ്ടെന്നല്ല, വരുന്നവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനും ഒത്തിരി ക്ഷമയോടെ ജീവിക്കാനും പിന്നെ നല്ലൊരു ഹെൽത്ത് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിക്കൽ പെയിനേക്കാളും ഏറ്റവും കൂടുതൽ നമുക്കിവിടെ ഉള്ളത് മെൻ്റൽ ട്രോമയാണ്, മെൻ്റൽ ആ ഒരു സ്ട്രെസ്സാണ്. അപ്പം ഞാൻ ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, മൈൻഡ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു ജോലിയൊക്കെ ആയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് സെറ്റായി വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് സഹിക്കാൻ തോന്നുന്നു. പക്ഷെ അപ്പോഴും നമുക്ക് സ്ട്രഗിൾസ് ഉണ്ട്. ഈ പറയുന്ന പോലെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പാർട്ട് ടൈം ആയിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഫുൾ ടൈം ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ ഇതാക്കാമെന്ന്, സെറ്റിലാവാം, കുറച്ചുകൂടി ഏൺ ചെയ്യാം, സേവ് ചെയ്യാം എന്നൊന്നുമല്ല കേട്ടോ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഭയങ്കര ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര വിലയാണ് ഓരോ കാര്യങ്ങൾക്ക്. നമുക്ക് ഇത്ര രൂപ സാലറി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ 3/4% അല്ലെങ്കിൽ അതിന് ഓൾമോസ്റ്റ് നമുക്കിവിടെ തന്നെയാണ് സ്പെൻഡായി പോകുന്നത്. ഇവിടുത്തെ റെൻറ്റ്, പിന്നെ ഈ ഗ്രോസറി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാരണം എൻ്റെ ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ കഴിഞ്ഞ ഈ സെപ്റ്റംബർ 1 ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ദൈവമേ എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിൽ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ പഠിച്ചു പോയത്. നമ്മുടെ നാട്ടിൽ ഒരു 22 വർഷം 27 വർഷം ജീവിച്ചിട്ടും 27 വർഷം ജീവിച്ചിട്ട് നാട്ടിൽ പഠിക്കാത്ത കാര്യങ്ങളാണ് നമ്മളിവിടെ വന്നിട്ട് പഠിച്ചത്. അങ്ങനെ ഞാനിപ്പോൾ ഇതാ ഷിഫ്റ്റിന് പോവുകയാണ്. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് റെഡി ആവട്ടെ. ഓൾറെഡി ലേറ്റായി. ഇപ്പം ഫുഡൊക്കെ കഴിച്ചു. ഇതിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഇറങ്ങണം എന്നുള്ളതുകൊണ്ട് ഞാൻ ബ്രഞ്ചായിട്ടാണ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ തന്നില്ല, ലഞ്ചും ആക്കിയില്ല, ബ്രഞ്ചായിട്ട് ഞാൻ ഒരുമിച്ചും കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ചു. ഞാനിപ്പോൾ ഇറങ്ങാൻ പോവാണ്. പുറത്തെ തണുപ്പ്, ആക്ച്വലി വെയിലടിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ
ജോലിക്ക് പോകണമെന്ന് പറയുമ്പോഴേ നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന ഫീലാണ്. അത് ഇവിടെയുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ, നമ്മൾ പോകണമല്ലോ, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം നമുക്ക് കാണാം. പിന്നെ റെഡിയായി. ഇതാ ബസ് ഇപ്പോൾ ഒരു 5 മിനിറ്റ്സിൽ ബസ്സുണ്ട്. ഇവിടെ നിന്ന് ചെറിയൊരു വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. നല്ല വെയിലാണ്, പക്ഷെ എന്നാൽ അതിനോടൊപ്പം തന്നെ തണുപ്പും ഉണ്ട്, കാറ്റും ഉണ്ട്. അപ്പോൾ ബസ് പിടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബസ്സെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം 12:35 ബസ് ചിലപ്പം ഒരു 12:40 ഒക്കെ ആകുമ്പോൾ കാണിക്കും. പക്ഷേ ഇറ്റ്സ് ലൈക്ക് ഒരു ചിലപ്പോൾ 12:50 ആവും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10 മിനിറ്റ്സ്. ഇപ്പം ലേറ്റായിട്ട് വന്നാലും നമുക്ക് ഓക്കെ, നമ്മൾ സ്റ്റോപ്പിലുണ്ട്. പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ അത് ഏർലി ആയിരിക്കും. അപ്പം നമ്മളെപ്പോഴും ബസ് സ്റ്റോപ്പിലൊരു കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ പോയി നിൽക്കുകയാണെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കും. കാരണം നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ, അങ്ങനത്തെ ഒരു രീതിയാണ്. പിന്നെ ഇവിടെ ഒരു ഇതെന്ന് വെച്ചാൽ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അങ്ങനെ അധികം ഒച്ചയും ബഹളമൊന്നും പാടില്ല. പിന്നെ കുറച്ചുകൂടി എൽഡർലി ആയിട്ടുള്ള, ഏജ്ഡ് ആയിട്ടുള്ള, മിലിറ്ററി ബേസിലുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അങ്ങനെ ട്രസ്പാസിംഗ് ഒന്നും അലൗഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഹോംലെസ് എന്ന് പറയും, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതായത് അവരെ ഇവിടെ അങ്ങനെയാണ് പേര് അവരെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ കുറച്ച് അനോയിങ് ആണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊന്നും ഈ ഒരു ഏരിയയിൽ അങ്ങനെ നമുക്കൊരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ല, അത് അലൗഡല്ല. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര കാമായിരിക്കും. ഏത് ടൈമാണെങ്കിലും ഇവിടെ ഭയങ്കര കാമായിരിക്കും. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ബഹളം നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അത് ഇവിടുത്തെ പിള്ളേരാണ്. ഇവിടുത്തെ പിള്ളേർ അവിടെ അടുത്തൊരു ഗ്രൗണ്ടുണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ നിന്ന് കേൾക്കുന്നൊരു സൗണ്ടാണത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളല്ലാണ്ട് അവിടെ തൊട്ടപ്പുറത്തൊരു പാർക്കുണ്ട്. നമുക്ക് ഈവനിങ് ഒക്കെ വാക്കിന് പോകുമ്പോഴത്തേക്കും, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ നടക്കാൻ പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ. ഇവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു ഏരിയ ആണ്. അപ്പോൾ ഇങ്ങനെ വേറൊന്നുമല്ല നമുക്ക് മടിയാവുന്നത്. ഈ ഒരു പ്രധാന ഫാക്ടർ ഉണ്ട് ഇവിടെ. ഇപ്പം ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് വാൾമാർട്ടിലാണ്. വാൾമാർട്ടിലേക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് ഹാർഡ്ലി ഹാഫ് ആൻ അവർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 25 to 30 മിനിറ്റ്സ് മാക്സിമം ബൈ കാറാണെങ്കിൽ. അത് നമ്മൾ 3 ബസ് കയറി 1 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ ബസ് എന്ന് പറയുന്നൊരു ഫാക്ടർ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര നമുക്ക് എക്സോസ്റ്റിംഗ് ആവും. നമ്മളെ ലൈക്ക് നമ്മൾ മടുക്കും വല്ലാണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് സ്ഥലമാണെങ്കിലും ചിലപ്പോൾ 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ദൂരമുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ ഓൺ വെഹിക്കിൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട്. പിന്നെ എസ്പെഷ്യലി വിൻ്ററൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറച്ചുകൂടി ഒരു ഹാഫ് ആൻ അവറൊക്കെ വേണമെങ്കിലും നേരത്തെ വന്ന് നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. കാരണം വിൻ്റർ ആകുമ്പോഴത്തേക്കും ബസ്സസ് ഒബ്വിയസ്ലി ഡിലേഡ് ആവും. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഓൺ ടൈം ആയിരിക്കും, ചിലപ്പം നേരത്തെ പോവും, ചിലപ്പോൾ ഡിലേഡ് ആവും. ഡിലേഡ് ആവാനാണ് കൂടുതലും ചാൻസ്. ചിലപ്പോൾ ബസ് ഉണ്ടാവില്ല റൂട്ടിൽ. ഈ സ്നോ ഒക്കെ എങ്ങനെ വരുന്നു എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ ഹാർഡ്ഷിപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല. നമുക്ക് പുറമേ ഇപ്പോൾ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ നമ്മൾ വിൻ്റർ അല്ലെങ്കിൽ സ്നോ ഒക്കെ കാണുമ്പം നല്ലതായിട്ട് നമ്മൾ എൻജോയ് ചെയ്യും. പക്ഷേ ഇൻ റിയാലിറ്റി വരുമ്പോഴത്തേക്കും ഡെയിലി അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായിട്ട് നമുക്ക് ടയർസം ആയിരിക്കും. നമ്മൾ ചില സമയത്തൊക്കെ വിൻ്റർ വെറുത്തു പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നപ്പോൾ, കഴിഞ്ഞ വർഷമായിരുന്നു ഫസ്റ്റ് വിൻ്റർ. അപ്പോൾ ആൾക്കാർ ബേസിക്കലി പറയുന്നത് വെച്ചാൽ ഇതൊന്നൊരു വിൻ്ററേ അല്ല എന്നുള്ളതാണ്. ഇത്തവണ ഞങ്ങളിവിടെ ആക്ച്വലി ഈ ടൈമിൽ ഇത്രയും കാറ്റുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ സമയത്ത് വന്നപ്പോൾ കാറ്റുണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്. പക്ഷേ ഈ ഇത്രയും ഒരു 8 ഡിഗ്രി 4 ഡിഗ്രിയിലേക്കൊന്നും ഈ ടൈമിൽ താന്നിട്ടില്ല. അപ്പോൾ ഇത്തവണ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ വേറെ ഇവിടെ ബേസിക്കായിട്ടുള്ളത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ലൈക്ക് നമ്മൾ കുറേ
കുറേ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമുക്ക് അത്ര ഈസി അല്ല സർവൈവൽ എന്ന് പറയുന്നത്, നമുക്ക് ഒട്ടും ഈസി അല്ല. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ബേസിക്കലി ഒരു കംഫർട്ട് സോൺ നമുക്കുണ്ടാവും. നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. നമുക്ക് വീടുണ്ട്, കാറുണ്ട്, സ്കൂട്ടറുണ്ട്. ഇവിടെ സ്കൂട്ടർ, ബൈക്ക് അതൊക്കെ വളരെ റെയറായിട്ട് കാണുന്ന 1-2 പേരുടെ കയ്യിലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സ്കൂട്ടറൊന്നും ഇവിടെ ഇല്ല, ഓട്ടോ ഇല്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. അപ്പം നമുക്ക് ബസ് മാത്രമേ ഉള്ളൂ ആശ്രയം, അല്ലെങ്കിൽ യൂബർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നേരത്തെ യൂബർ നമ്മൾ വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ 1 മണിക്കൂറത്തെ സാലറി അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അത്രയും എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് ബസ് തന്നെ ശരണം. അങ്ങനെ സ്റ്റോപ്പ് എത്തി. നമ്മളിത് ബസ് ഇവിടുന്ന് ഡൗൺ ടൗൺ ട്രാൻസ്ഫർ പോയിൻ്റ് എന്നൊരു ലൊക്കേഷനിൽ ഇറങ്ങിയിട്ട് ഈ ട്രാൻസ്ഫർ പോയിന്റിൽ നിന്നാണ് നമ്മളിനി ബസ് ക്യാച്ച് ചെയ്ത് അടുത്ത ലൊക്കേഷനിലേക്ക് പോകേണ്ടത്. അവിടുന്ന് വാൾമാർട്ടിലേക്ക് നെക്സ്റ്റ് ബസ്സുണ്ട്. അങ്ങനെ ടോട്ടൽ 3 ബസ്സാണ് എനിക്ക് ജോലി സ്ഥലത്തേക്ക് പോകാനായിട്ട് ഉള്ളത്. അപ്പോൾ കുറച്ച് ടയർസമാണ് ആക്ച്വലി. പിന്നെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട സ്പോട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് ബസ് വരാൻ വേണ്ടിയിട്ട്. ഇതൊരു എമർജൻസി കെയർ ഹോസ്പിറ്റലാണ് കേട്ടോ ഈ സൂം ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് സ്റ്റോപ്പായി. ഇനി ഇവിടെ നിന്ന് അടുത്ത ബസ് ക്യാച്ച് ചെയ്യണം വാൾമാർട്ടിലേക്ക്. അതൊരു ഒരു 5 to 6 മിനിറ്റ്സേ എടുക്കുള്ളൂ, ഹാർഡ്ലി, അത്രയും പോലും എടുക്കില്ല. ഇത് കാട്രാക്കി സെൻറ്ററാണ്. കാട്രാക്കി സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇത് ഇവിടുത്തെ ഒരു കുഞ്ഞു മോളാണ് കേട്ടോ. കിങ്സ്റ്റണിലെ ഒരു കുഞ്ഞു മോളാണ് കാട്രാക്കി സെൻറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിന്നാണ് കാട്രാക്കി സെൻറ്റർ ട്രാൻസ്ഫർ പോയിൻറ്റ്, ഈ ഒരു ബസ് സ്റ്റോപ്പ്, അവിടെ നിങ്ങൾ കാണുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നാണ് നമ്മൾ അടുത്ത ബസ് ക്യാച്ച് ചെയ്യേണ്ടത്. ഇതൊരു റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ആണ് കാട്രാക്കി സെൻറ്റർ. ഇതിനകത്ത് നമുക്കൊരു മോളിൻ്റേതായിട്ടുള്ള എല്ലാ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടുത്ത ബസ് ഒരു 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ എന്തോ കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ബസ്. ഇവിടുത്തെ ബസ്സൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. പിന്നെ അതുപോലെ തന്നെ ബസ് സ്റ്റോപ്സ് ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. പിന്നെ ബസ്സിനകത്ത് കയറി കഴിയുമ്പോഴും നമ്മളുടെ ആ ഒരു പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മുടെ നാട്ടിലുള്ള പോലെ കണ്ടക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. നമുക്കൊരു കാർഡ് ഉണ്ടാവും, അത് ടാപ്പ് ചെയ്തിട്ടാണ് കയറേണ്ടത്. നമ്മൾ ബാക്ക് എൻട്രൻസ് വഴി നമ്മുടെ നാട്ടിൽ നമുക്ക് 2 സൈഡിലൂടെയും കയറാം. പക്ഷേ ഇവിടെ ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ടാപ്പ് ചെയ്യാനുള്ള പ്രൊവിഷനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിലൂടെ എൻട്രി ചെയ്യുന്നത് ഇവിടെ അലൗഡ് അല്ല. 1 വേ എൻട്രിയും 1 വേ എക്സിറ്റും ആണ്. പിന്നെ അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ കയറുന്ന സമയത്ത് എൻട്രി ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ നമുക്കിങ്ങനെയാണ് ടാപ്പ് ചെയ്തിട്ട്, കാർഡാണോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് എത്തുമ്പോൾ നമ്മൾ തന്നെയാണ് റിങ് ചെയ്യേണ്ടത്. കണ്ടക്ടേഴ്സ് ഇല്ല, അങ്ങനത്തെ സിസ്റ്റം ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. ഇതാണിപ്പോൾ എൻ്റെ സ്റ്റോപ്പ് എത്തി, വാൾമാർട്ട് എത്തി. അപ്പം ഞാൻ തന്നെയാണ് ഇവിടെ, പാസഞ്ചേഴ്സാണ് റിങ് ചെയ്യേണ്ടത്. നമ്മൾ ബെല്ലിൽ നമ്മൾ തന്നെ റിങ് ചെയ്യണം. അപ്പോൾ നമുക്കവർ നിർത്തിത്തരും. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ. നമുക്ക് ആദ്യം ഇത് കൺഫ്യൂഷനായിരുന്നു, പക്ഷേ നമ്മൾ വൺസ് അത് യൂസ് ടു ആയപ്പോൾ സെറ്റായി. പിന്നെ ഇതാണ് ഇവിടുത്തെ വാൾമാർട്ട്. അങ്ങനെ ഞാൻ വർക്കിന് കയറാൻ പോവുകയാണ്. ഇതിപ്പം അതിൻ്റെ സൈഡിൽ കാണുന്നത് വാൾമാർട്ടിൻ്റെ പാർക്കിംഗ് ആണ്. അപ്പം നമുക്കിനി വർക്കൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഞാനിപ്പോൾ ഇതാ വാൾമാർട്ടിലെത്തി. ഇനിയിപ്പോൾ ക്ലോക്കിങ് ചെയ്യാൻ സമയമായി. ഞാനിപ്പോൾ എന്തായാലും ചെല്ലട്ടെ. ഇനി 4 മണിക്കൂറത്തെ യുദ്ധം, എന്തെല്ലാം പണികൾ, എന്തെല്ലാം ജോലി. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ജോലികളൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ ഒരു അബ്രോഡ് ലൈഫിൽ. അപ്പോൾ നമുക്ക് വർക്കൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ടാറ്റാ. ഇതിപ്പോൾ വർക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇറങ്ങിയ ഉടനെ കുറച്ച് പോർഷൻസ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ബസ് കയറി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഡൗൺ ടൗൺ ട്രാൻസ്ഫർ പോയിന്റിലേക്ക് വന്നു. അങ്ങനെ ഇന്നത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞു. തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇന്നൊരു ഷോർട്ട് ഷിഫ്റ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ വലിയൊരു സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ലൈറ്റായിട്ടുള്ള
ഡ്യൂട്ടീസൊക്കെ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഫുൾ ഡേ ഷിഫ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ടാവും. പക്ഷെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഞാൻ ഇപ്പം മാത്രമല്ല കേട്ടോ, എപ്പോഴും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമാണ്, ഈ നമ്മളിവിടെ വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറ്റ് എ ടൈം ചെയ്യുന്നത്. ഭയങ്കര ഒരു മൾട്ടി ടാസ്കിങ് പവർ കിട്ടും കേട്ടോ നമുക്ക്, ആ ഒരു സ്കില്ല്. കാരണം ഇപ്പോൾ ഒരു 7 hour ഷിഫ്റ്റിൻ്റെ ആ ഒരു ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഹലോ, എന്താ പറ്റിയെന്നറിയോ, ഇടയ്ക്ക് വെച്ച് നിങ്ങൾ കഴിഞ്ഞ ഇതിൽ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നൊരു ഇതായിരിക്കും കണ്ടിട്ടുണ്ടാവുക. സംഭവം ഫോണിൽ ചാർജ് ഇല്ല എന്നുള്ള സത്യം ഞാൻ മറന്നുപോയി. ആക്ച്വലി എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഞാൻ യൂഷ്വലി ചാർജ് ഒന്ന് ഡൗൺ ആകുമ്പോഴത്തേക്കും ഞാൻ ചാർജ് ചെയ്യാറുണ്ട്, ചാർജറൊക്കെ കൊണ്ടാണ് പോകുന്നത്. പക്ഷേ എനിക്കിന്ന് അത്രയും തന്നെ തിരക്കായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് ചാർജ് ചെയ്യാനുള്ളൊരു സാവകാശം കിട്ടിയില്ല ഫോൺ. സാധാരണ ഞാൻ പ്ലഗ് ഇൻ ചെയ്ത് വെക്കും, വർക്കിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് വരുമ്പോൾ പ്ലഗ് ഇൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ വർക്ക് കഴിയുമ്പോൾ പോയി എടുക്കും, അങ്ങനെയാണ്. അപ്പം ചാർജ് തീർന്നത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ലോ ബാറ്ററി അലേർട്ട് വന്ന് അവിടെ വെച്ച് വീഡിയോ സ്റ്റോപ്പായി. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വേറൊന്നുമല്ല, ഇപ്പം ബസ്സൊക്കെ കയറി ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യമുണ്ടല്ലോ, എന്തൊക്കെ ടാസ്ക്കാണ് നമ്മൾ ലിറ്ററലി. നമ്മളിപ്പം നമ്മുടെ നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും, ആൾക്കാരിങ്ങനെ ജോലി ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും, നമ്മളിപ്പോൾ ചെയ്യുന്ന ആ ഒരു ജോലി ആൾക്കാർ ചെയ്യുന്ന കാണുമ്പം, ക്യാഷിലായാലും റീറ്റെയിലായാലും, ഞാനിപ്പോൾ ചെയ്യുന്ന അതേ ജോബ്, കസ്റ്റമേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ സ്റ്റോക്കിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ പാവം ആൾക്കാർ. എനിക്കൊക്കെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ഒരു സിമ്പതിയേക്കാളും കൂടുതൽ എനിക്കൊരു എംപത്തറ്റിക് ഫീലിംഗ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ ഇന്നും കുറേ ദിവസമായിട്ട് ഞാനിത് ചിന്തിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ, ക്യാഷിലിടുന്ന സമയത്ത് ക്യാഷിലിടുന്നു, ബാക്കിൽ സ്റ്റോക്കിങ്ങിൻ്റെ സമയത്ത് സ്റ്റോക്കിങ്ങിൽ നമ്മൾ പോകണം, പിന്നെ ഓൺലൈൻ ഡെലിവറി എടുക്കണം, പിന്നെ അതുപോലെ ഫ്രോസൺ ഫുഡ്സിൻ്റെ സെഷനിൽ അവിടെ വർക്ക് ചെയ്യാൻ പറയും. അപ്പം നമ്മൾ ശരിക്കും ഇങ്ങനെ ഓടി പറന്ന് നടന്നാണ് പണിയെടുക്കുന്നത്. അപ്പോൾ എല്ലാം ന്യൂ ആണ്. അപ്പം നമ്മൾ ഈ കരിയർ സ്വിച്ച് ചെയ്യുന്ന പോലെയാണ്. ഒരു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡിൽ നിന്ന് അടുത്ത ഫീൽഡിലോട്ട്, എൻറ്റയർലി ഡിഫറെൻറ്റ് ഫീൽഡിലോട്ടായിരിക്കും നമ്മൾ സ്വിച്ച് ചെയ്യുക. അത് വിത്തിൻ അവേഴ്സ് അല്ലെങ്കിൽ വിത്തിൻ ഡേയ്സ്. ഓരോ ദിവസം നമുക്ക് ഓരോ പുതിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ഓരോ ചാപ്റ്റേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ. എന്നെ സംബന്ധിച്ച് വാൾമാർട്ട് എനിക്ക് തന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര, എനിക്കത് മറക്കാൻ പറ്റില്ല. ആ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് കിട്ടിയത്. ഞാൻ വാൾമാർട്ടിൽ കയറിയിട്ട് 1 വർഷമായിട്ടില്ല, പക്ഷെ മൊത്തത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ആലോചിക്കും, ഈ ഓരോ ജോലികൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കണമല്ലോ നമ്മൾ എന്തായാലും. അപ്പോൾ നാട്ടിലിപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മളുടെ ഒരു കരിയർ എടുക്കുന്നു, ആ കരിയറിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, അതിലാണ് നമ്മൾ ഏറ്റവും പ്രോഗ്രഷനും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ നോക്കുന്നത്. നമ്മൾ വേറൊരു കരിയറിലേക്ക് സ്വിച്ച് ചെയ്യുന്നൊന്നുമില്ല അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തതോ ഇന്ന് വരെ പരിചയമില്ലാത്തതോ ആയിട്ടുള്ള കുറേ ജോലികളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഫിസിക്കൽ സ്ട്രെയിനും ഉണ്ട്, മെൻ്റൽ സ്ട്രെയിനും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ അതിനനുസരിച്ച് ഒത്തിരി പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റഡീസിൻ്റെ ടൈമിൽ നല്ല ഹാർഡ് വർക്കും ഒക്കെ തന്നെ ഒരു മെൻ്റൽ സ്റ്റാമിനയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്തായിരിക്കും ഇതൊക്കെ ആലോചിക്കുക. അപ്പോൾ അങ്ങനെ ഇന്ന് വർക്ക് കഴിഞ്ഞ് വരുന്ന വഴിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നപ്പോഴാണ് കിടക്കുമ്പോൾ ചാർജ് പോയത്. ഫോണിൻ്റെ ചാർജ് പോയി, ഫോൺ കംപ്ലീറ്റ്ലി ഔട്ട്. ആ ഒരു സിറ്റുവേഷനായിരുന്നു. അങ്ങനെ ഇപ്പോൾ വീട്ടിൽ വന്നു, സമയം 7:30 7:45 ഇനി വന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആവണം. അതിനുശേഷം പോയി ചായയോ കാപ്പിയോ, അതാണ് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്കാണെങ്കിൽ എന്തെങ്കിലും, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുക. ഇപ്പം ഒരു ദിവസം നമ്മൾ വന്നു, നമുക്ക് വയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. പക്ഷേ ഇവിടുത്തെ ഫുഡിൻ്റെ വില, ഇന്ത്യൻ ഫുഡൊക്കെ ആണെങ്കിൽ, ഇന്ത്യൻ ഫുഡെന്നല്ല പൊതുവെ ഫുഡെന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിലെ INR അല്ലല്ലോ, ഡോളേഴ്സാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാനോ അങ്ങനെയൊന്നും തോന്നില്ല നമുക്ക്. പിന്നെ നമുക്കിപ്പോൾ അത്ര വേർതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നാറില്ല. ഇവിടെ മേ ബി ഈ ഒരു ഏരിയയുടെയാണ്. നമുക്ക് ഇവിടെ പൊതുവേ മലയാളി റെസ്റ്റോറൻറ്റ്സ് ഒന്നും അങ്ങനെ ഇല്ല. ഒറ്റ മലയാളി റെസ്റ്റോറൻറ്റ് പോലും ഞാൻ താമസിക്കുന്നിടത്തില്ല. ഇപ്പോൾ ഓരോന്നായിട്ട് ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ, ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ. പിന്നെ ഹോംലി ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നല്ലാതെ ഒരു റെസ്റ്റോറൻ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഇവിടെ ഉള്ളത്
പഞ്ചാബി ഫുഡും ചൈനീസ് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്നും നമുക്ക് പറ്റാത്തതുകൊണ്ട് എനിക്ക് പേഴ്സണലി അതൊക്കെ അത്ര വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. അപ്പം പിന്നെ ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ ഓർഡർ ചെയ്യാനും തോന്നില്ല. അപ്പം വല്ലപ്പോഴും നമ്മൾ ഇപ്പോൾ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടൊറൻറ്റോ വരെ പോകണം. ഒരു 2 hours ജേണിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചെന്ന് കുക്ക് ചെയ്യണം, എന്തെങ്കിലും കുക്ക് ചെയ്ത് ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷായി പതുക്കെ റൂംമേറ്റ്സിനോടൊക്കെ കാര്യം പറഞ്ഞു. ഞാൻ ആക്ച്വലി പ്രൈവറ്റ് റൂമാണ്. എൻ്റെ റൂമിൽ ഷെയറിങ് ഇല്ല, ആരും കൂടെ ഷെയറിങ് ഇല്ല. പക്ഷെ അപ്പുറത്തെ റൂമിലും താഴെയും ബേസ്മെൻറ്റിലും ഒക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തൊക്കെ കുറേ നേരം സംസാരിച്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് റിലാക്സ്ഡ് ആവും. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് കുക്ക് ചെയ്യുമ്പോഴും ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ കഥയൊക്കെ പറഞ്ഞായിരിക്കും കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു ദിവസം അങ്ങനെ അങ്ങ് പോകുന്നത്. ഇനി അടുത്ത ആഴ്ച തൊട്ട് കോളേജ് തുറക്കും. അപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ബിസി ആയിരിക്കും. അപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളെല്ലാം പര്യവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ഷിഫ്റ്റ് ഇല്ല. ഇനിയിപ്പോൾ 3 ദിവസത്തേക്ക് ഷിഫ്റ്റ് ഇല്ല. ശരിയാണല്ലോ, 3 ദിവസത്തേക്ക് ഷിഫ്റ്റ് ഇല്ല ഇനി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ ടി വി ഒക്കെ കാണാനിരുന്നു. കുറച്ച് നേരം ഇരുന്ന് ടി വി കാണും, ഒരു 1 hour ഒക്കെ. എന്തെങ്കിലും ഒരു സിനിമയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമ്മളിവിടെ വരുമ്പോൾ എന്താ ചെയ്യാന്നറിയോ, നമ്മൾ എബ്രോഡ് താമസിക്കുന്ന എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പഴയ സിനിമകൾ ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 100 പ്രാവശ്യം കണ്ട സിനിമകൾ. ഞാനൊക്കെ വെട്ടം, മണിച്ചിത്രത്താഴ്, ഇങ്ങനെയൊക്കെ എപ്പിക്കായിട്ടുള്ള കോമഡി, എപ്പിക് എല്ലാം പഴയ സിനിമകളാണ് നമ്മൾ കൂടുതലും കാണാൻ നമ്മൾ പ്രൊവോക്ക് ആവുന്നത്. കാരണം അതൊക്കെ കാണുമ്പോഴും ആ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒത്തിരി പഴയ സിനിമകൾ. കഴിഞ്ഞ ദിവസമായിരുന്നു ഞാൻ കിലുക്കുമായിരുന്നു കണ്ടത്. അതൊക്കെ നാട്ടിൽ നമ്മളൊരു 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്ന് കാണുമ്പോഴുണ്ടല്ലോ നമുക്കത് വേറെ തന്നെ ഒരു ഫീല് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു ചേഞ്ച് ഓഫ് മൈൻഡും ആണ്. കുറച്ച് നേരം ഇരുന്ന് ചിരിക്കാം, സ്ട്രെസ്സൊക്കെ മറക്കും, സ്ട്രെയിൻ മറക്കും, സ്ട്രെസ്സ് മറക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെന്താ, പിന്നെ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ എന്താണെന്നറിയില്ല. നാളെ രാവിലെ പതുക്കെയൊക്കെ എണീക്കുള്ളായിരിക്കും. നടക്കാൻ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഒക്കെ വെറുതെയാണ് കേട്ടോ. ഈ ഒരു ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ ഫ്ലാറ്റ്. അത് ഒരു ദിവസം ലീവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോട്ടറി കിട്ടിയ പോലെയാണ്. ഇനിയിപ്പം ഞാൻ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച കോളേജൊക്കെ തുറക്കുമ്പോഴത്തേക്ക് ഇതിലും കോമഡി ആയിരിക്കും. ബട്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ലൈഫ് നൗ. അപ്പോൾ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുകയാണ് തൽക്കാലം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നു. ഉറക്കം ആക്ച്വലി വരുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, നേരത്തെ കിടന്നു കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ട്, നേരത്തെ കിടന്നാലും താമസിച്ച് കിടന്നാലും ഇപ്പോൾ ഒരു സമയത്ത് നമ്മൾ രാവിലെ എണീക്കുന്നൊരു റൊട്ടീനിൽ എണീറ്റങ്ങ് പോകും നമ്മൾ. അപ്പോൾ കുറച്ച് നേരം കൂടെ ഉറങ്ങണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. അത് എനിക്ക് മാത്രം ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ എന്ന് പറയണേ. ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. കാരണം ഡെയിലി നമ്മളൊരു ടൈമിൽ എണീറ്റ് ഇപ്പോൾ ശീലമായി വർക്കിന് പോകാൻ എണീറ്റ് നമ്മൾ മറ്റേ സ്പ്രിങ് പോലെ ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അലാറം വെക്കുന്ന ദിവസം അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ദിവസം നമ്മൾ എത്രയായാലും എണീക്കില്ല. പക്ഷേ അല്ലാത്ത ദിവസം ഒന്ന് ഉറങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ രാവിലെ എണീറ്റ് പോകും. പിന്നെ അന്നത്തെ ദിവസം പിന്നെ ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും അറിയാതെ ഉറങ്ങുന്നത്. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി ഉറക്കം വരില്ല. ചിലപ്പോൾ എന്നല്ല, വരില്ല ഉറക്കം. ബേസിക്കലി ഭയങ്കര ലേറ്റ് ആവും. അങ്ങനെയൊക്കെ കുറച്ച് ഇതുള്ളതുകൊണ്ട് എല്ലാവർക്കും ഇത് ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. കമൻറ്റ് ചെയ്യണേ. പിന്നെ വേറെന്താ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത ആഴ്ച കോളേജിലേക്ക് പോകാനുള്ള പരിപാടികൾ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഗ്രോസറി വാങ്ങിക്കണം. നാളെ പോയി ഇനി ഗ്രോസറിയൊക്കെ വാങ്ങിക്കണം. നമുക്ക് അതിനായിട്ടൊരു ദിവസം കിട്ടുമ്പോൾ വർക്കിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതിൻ്റെ കൂടെ നടക്കില്ല. അതുകൊണ്ട് തന്നെ അതിനായിട്ടൊരു ദിവസം നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗ്രോസറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. വീട്ടിലേക്കുള്ള സാധനങ്ങൾ, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ സാധനങ്ങളുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ദിവസം തന്നെ വെച്ച് കഴിഞ്ഞാലേ നടക്കുകയുള്ളൂ. പിന്നെന്താ, പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ. അതായത് ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഭയങ്കര ഒരുപാട് എലോബറേറ്റ് ചെയ്തൊന്നും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടില്ല. ചെറിയൊരു എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടേ എടുത്തുള്ളൂ. ഇനിയിപ്പം പോകെ പോകെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാം. പിന്നെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ എന്താ, നമുക്ക് കുറേ
കുറേ എക്സ്പീരിയൻസുകൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. നമുക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ആണ്. അപ്പം എനിക്കിവിടെ കനേഡിയൻ ലൈഫ് തന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഡിഫറെൻ്റ് ആണ്. അപ്പം എല്ലാവർക്കും അത് ഒരുപോലെ ആയിരിക്കില്ല. പിന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കിവിടെ അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. കാരണം ഒട്ടും അഫോർഡബിൾ അല്ല. കാരണം നമ്മൾ കിട്ടുന്ന പൈസ നമ്മൾ അങ്ങനെ തന്നെ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റെൻ്റ് ആയാലും ഗ്രോസറി ആയാലും ഫോൺ ബില്ല്, ഇവിടുത്തെ അതർ എക്സ്പെൻസ്, പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇടയ്ക്ക് ഫുഡ് എന്തെങ്കിലുമൊക്കെ അങ്ങനെ മിസ്ലീനിയസ് ആയിട്ടുള്ള എക്സ്പെൻസ്. അപ്പോൾ ഇനി വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ ഇനി വരുന്നവർ നിങ്ങൾ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു എബ്രോഡ് ഡെസ്റ്റിനേഷൻ എന്നുള്ള ഇത്, കാരണം മുന്നത്തെ പോലെ അല്ല ഇപ്പോൾ ഇവിടെ കൺട്രി എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അതായത് ആ റൂൾസിലാണെങ്കിലും ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓൾറെഡി ഉള്ള ഇമിഗ്രൻസിന് തന്നെ ഒരുപാട് റൂൾ ചേഞ്ചസ് എഫക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയില്ല എന്താണ് ഇനി ഫ്യൂച്ചർ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഇപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലെന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നൊരു സമയമുണ്ട്. അതിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും വരുന്ന പോലെ വരിക, അത്രയേ ഉള്ളൂ. ദിസ് ടു ഷാൽ പാസ്, അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് കം ആസ് ഇറ്റ് ഇസ്, അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. കാരണം നമ്മൾ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും എന്താണോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വിധിച്ചിട്ടുള്ളത് അതേ നടക്കുള്ളൂ അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ, കാരണം ഒത്തിരി ഡിഫറെൻ്റ് എക്സ്പീരിയൻസസ് ആണ് നമുക്ക് ഒരു എബ്രോഡ് ലൈഫ് തരുന്നത്. അപ്പോൾ ഭയങ്കര, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു ഹെവനാണെന്ന് വിചാരിച്ച് ആരും ഇങ്ങോട്ട് വരരുത്. ഒരിക്കലും എബ്രോഡ് ലൈഫ് ഒരു ഹെവനല്ല. എല്ലാ സ്ട്രഗിൾസും, പ്രത്യേകിച്ചൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ലൈഫ്, ഇൻ്റർനാഷണൽ എന്നല്ല, ഒരു സ്റ്റുഡൻറ്റ് ലൈഫ്, എസ്പെഷ്യലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ്സ് ആണല്ലോ നമ്മൾ. അപ്പോൾ നമ്മൾ അത്രയും ഇതിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഇത്രയും വലിയൊരു ഡെസിഷൻ എടുക്കാവുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഫ്ലോസ് ഉണ്ടാവും, മിസ്റ്റേക്സ് ആണ് നമ്മളുടെ ലേണിംഗ് ഇത്. അതായത് മിസ്റ്റേക്സിലൂടെ മാത്രമേ നമുക്ക് എന്തായാലും പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഫ്ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.